പിണറായി വിജയന്റെ ഒരു കൊള്ളസങ്കേതം തിരുവനന്തപുരം സെക്രട്ടറിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ കൊള്ളസങ്കേതം അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ധനവകുപ്പിന്റെ ചുമതലയോട് വഹിക്കുന്ന മുഖ്യമന്ത്രി. കിഫ്ബി, അതായത് അത് പടിപടിയായിട്ടാകും അടച്ചുപൂട്ടൽ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഒരു വിവരം. കാരണം ഈ കിഫ്ബി നേരിട്ട് പിരിവായിരുന്നു ഖജനാവിലോട്ട് പോകത്തില്ല, എല്ലാം അവരുടെ കിഫ്ബിക്ക് കൊടുക്കണം, നമ്മൾ എല്ലാം കിഫ്ബിക്ക് കൊടുക്കണം. അതായത് മോട്ടോർ വാഹന നികുതിയും ഇന്ധന സെസ്സും എല്ലാം അതടക്കം കിഫ്ബിയുടെ കയ്യിലോട്ട് പോകും. കിഫ്ബി ഇത് വെച്ച് ഇവർക്ക് വേണ്ട കൊള്ളയടികളെല്ലാം നടത്തും. അവരുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം വമ്പൻ തുക ശമ്പളം കൊടുക്കും. ബന്ധു നിയമനങ്ങൾ ധാരാളം ശമ്പളമുള്ള ആളുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്ത് ഈ നാടിനെ കുട്ടിച്ചോറാക്കി കടന്നുപോയ ഒരു സ്ഥാപനമാണ് കിഫ്ബി. കൊള്ളത്തലവൻ നേരത്തെ അവിടെ എസ്കേപ്പായി. കൊള്ളത്തലവൻ എപ്പോഴേ ചാടി, ഒരു സൈഡിൽ കൂടെ മുങ്ങുന്ന സമയത്ത് തന്നെ കൊള്ളത്തലവൻ ചാടി. അത് KM എബ്രഹാം എന്ന് പറയുന്ന മുൻ ചീഫ് സെക്രട്ടറി. വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. എന്താണ് കാര്യമെന്നറിയാമോ? ഈ കിഫ്ബി ഡയറക്റ്റ് ഈ പണം നികുതി പിരിച്ചെടുക്കും. ഈ നികുതി കിഫ്ബി പിരിച്ചെടുത്തിട്ട് ഈ നികുതി അടയ്ക്കണമെന്നറിയാമോ? ഈ കിഫ്ബി എടുക്കുന്ന വായ്പയുടെ വരുമാന മാർഗമാണ് ഈ നികുതി. കിഫ്ബി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാന സംരംഭ വികസനം, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡെന്നാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനുണ്ടാക്കിയ ബോർഡെന്നാണ്. അതെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർ ഈ ഫണ്ട് നേരിട്ട് പിരിച്ചിട്ട് ഇവർ ഇത് അടിസ്ഥാന സൗകര്യത്തിന് കൊടുക്കുന്നു, വിനിയോഗിക്കുന്നു. അതുപോലെ ഇവർ ലോൺ എടുക്കുന്നു. ഈ ഫണ്ട് കൊണ്ടൊന്നും തികയത്തില്ലല്ലോ. അപ്പോൾ ഇവർ ലോൺ എടുക്കുന്നു, മസാല ബോണ്ടും വേറെ ബോണ്ടും ഒത്തിരി ബോണ്ടുകളൊക്കെ ഇവർ വിതരണം ചെയ്യുന്നു. അതെ. അപ്പം അതെല്ലാം വഴി ഇഷ്ടംപോലെ ധനം ഇങ്ങോട്ട് സമാഹരിച്ചിട്ട് ഇത് അവിടുന്ന് 12% പലിശ കരുതി ഇവിടെ കൊണ്ട് 6% പലിശയ്ക്ക് ഏതോ ബാങ്കിലൊക്കെ നിക്ഷേപിക്കും. ശ്രദ്ധിക്കുക, അത് സ്വകാര്യ ബാങ്കുകളിലുണ്ട്, ഇവിടുന്ന് എടുത്ത് കൊണ്ട് നിക്ഷേപിക്കുന്നു. എന്നിട്ട് ഈ വാങ്ങിയ പണം എല്ലാം ആര് തിരിച്ചടയ്ക്കണം? കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്ത് ജനങ്ങൾ തിരിച്ചടക്കണമെന്ന് ചുരുക്കം. അപ്പൊ ചുരുക്കി പറഞ്ഞ കിഫ്ബിയുടെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇടയ്ക്കിരിക്കുന്നു, കുറച്ച് ഫണ്ട് മേടിക്കുന്നു, അവർ കുറച്ച് റോഡും അതും ഇതുമൊക്കെ പണിയുന്നു. ഇവരുടെ കൂട്ടത്തിൽ ഒരു 350-400 പേർക്ക് വാരിക്കൊരു ശമ്പളം കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇവരുടെ ജോലി. ഈ പൈസ തിരിച്ചടക്കേണ്ട ജോലി ജനങ്ങൾക്ക് നമുക്ക് തന്നെയാണ് അതിന്റെ ബാധ്യത. അപ്പൊ ഇതിന്റെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവം, ഇപ്പോൾ സതീശന്റെ ധവളപത്രം വന്നല്ലോ, അത് KM ചന്ദ്രശേഖരൻ അധ്യക്ഷനായിട്ടുള്ള സമിതിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ധവളപത്രത്തിൽ കുറേ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ആണ് ബജറ്റ് തയ്യാറാക്കുക. ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായി വരാൻ പോകുന്നത് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ നികുതിയും ഇന്ധന സെസ്സും ഇനി ഡയറക്റ്റ് സർക്കാരിലേക്ക് പോകണമല്ലോ. ഇപ്പൊ പിന്നെ ഇനി എന്തോ കിഫ്ബിക്ക് പണി? കിഫ്ബിക്ക് ഇനിയും വേറെ പണിയൊന്നുമില്ല. എന്താണെങ്കിലും സർക്കാരിന് ഈ വരുമാനം ഉണ്ടെങ്കിൽ ഈ കിഫ്ബിക്ക് വേണ്ടി എടുക്കുന്ന പൈസയുടെ കടം തിരിച്ച് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇത് നേരെ ഖജനാവിലോട്ട് പോകും. അപ്പോൾ ഓരോ വർഷവും 4000 കോടി രൂപയാണ് കിഫ്ബിയിലോട്ട് ഡയറക്റ്റ് പോയിക്കൊണ്ടിരുന്നത്. അതായത് ഈ മോട്ടോർ വാഹന നികുതിയും ഇന്ധന സെസ്സും കൂടാതെ ഇവർ വേറെ ലോൺ എടുക്കുന്നത് വേറെ. അതെ. ഇപ്പൊ ഇന്ധന സെസ് കുറയ്ക്കാൻ പോകുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. 3 രൂപ എങ്ങാണ്ടി നമ്മുടെ പെട്രോളിന് വില കുറയും എന്ന് പറയുന്നുണ്ട്. മോട്ടോർ വാഹന നികുതി ഇനത്തിൽ വർഷം 3300 കോടി രൂപയാണ് ഈ കിഫ്ബിയുടെ അക്കൗണ്ടിലോട്ട് എത്തിയിരുന്നത്. 2016 മുതൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് വരെ 22,000 കോടിയാണ് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെയും മറ്റേ ഇന്ധന സെസ്സും വഴി ഇവർക്ക് 22,000 കോടി രൂപ. മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും 1 ലിറ്റർ ഇന്ധനത്തിന് 1 രൂപ നിരക്കിൽ ഈടാക്കുന്ന സെസ്സും കിഫ്ബി അക്കൗണ്ടിലേക്ക് അന്നന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മോട്ടോർ വാഹന നികുതി അടച്ചു എന്ന് വിചാരിക്കുക, അതിൻ്റെ നേർ പകുതി അപ്പം തന്നെ കിഫ്ബിയിലേക്ക് പോകും. നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ കിട്ടുന്ന സെസ്, ഈടാക്കുന്ന സെസ് 1 രൂപ വെച്ച് ഈടാക്കുന്നുണ്ട്, അത് നേരെ കിഫ്ബിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇത് അതാത് ദിവസം അങ്ങോട്ട് പോവാം. ഇതിപ്പോൾ അതാത് ദിവസം ഖജനാവിലോട്ട് വന്നാൽ എന്തൊക്കെ മാറ്റങ്ങൾ? അതുപോലെ ഈ സംസ്ഥാന സർക്കാർ ഒപ്പം തന്നെ അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇവർക്ക് ശമ്പളം കൊടുത്തതിനെക്കുറിച്ചും ഇവരുടെ അടിസ്ഥാന യോഗ്യത എന്താണ്, ഇവിടെ നടന്ന ഈ അവിഹിത നിയമനങ്ങളെക്കുറിച്ചും തട്ടിപ്പുകളെക്കുറിച്ചും സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും ഒക്കെ തന്നെ അന്വേഷിക്കണം. ഈ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചുകൊണ്ടുവന്ന് ഓരോ സ്ഥാപനങ്ങൾ ഇരുത്തി ഈ മുടിപ്പിക്കുന്ന പരിപാടിയുണ്ട്. ഇത് അവസാനിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു തീരുമാനം? ഇരട്ട ശമ്പളമാണ് ഇവിടെ കൈപ്പറ്റി. ഇരട്ട ശമ്പളം, ഇവിടെയും ശമ്പളമുണ്ട്. കിഫ്ബിയുടെ തന്നെ മറ്റേ കിഫ്കോ അല്ലല്ലോ, കെ ഡിസ്ക്
വേറൊരു ഇതെല്ലാം സാധനം. ജോലി ചെയ്യുന്ന IAS ബന്ധുക്കളും ഉദ്യോഗസ്ഥന്മാരെ നേതാക്കന്മാരുടെ ഒക്കെ ബന്ധുക്കളാണല്ലേ പറയപ്പെടുന്നത്. അതായത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് എല്ലാ വകുപ്പുകളും പണം ട്രഷറി നിക്ഷേപിക്കണമെന്നൊരു റൂള് വന്നിരുന്നു. എന്നാൽ പിണറായി വിജയൻ പറഞ്ഞു കിഫ്ബിയുടെ പറ്റത്തില്ല. ധനവകുപ്പിന്റെ നിർദ്ദേശമാണ് ആ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരവരുടെ അക്കൗണ്ടിലുള്ള പണം ട്രഷറിയിൽ നിക്ഷേപിക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു പറ്റുകയില്ല. അതായത് നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് കിഫ്ബിയിലേക്ക് പറഞ്ഞാൽ കെ.എം. എബ്രഹാം പറഞ്ഞിരിക്കുന്നു പറ്റുകയില്ല. അയാളാണ് ശരിക്കും ഭരിച്ചിരുന്നത് കേരളം. അപ്പോൾ അതിനകത്ത് ഇത് ഞങ്ങൾ കിഫ്ബിയിലെ ഫണ്ട് തരത്തില്ല. കിഫ്ബിയിലോട്ട് വരുന്ന ഈ പൈസ നേരെ ധനവകുപ്പിന് കൈമാറണമെന്നാണ് പറഞ്ഞത്, ട്രഷറിയിലോട്ട്. അപ്പോൾ പിണറായി വിജയൻ അല്ലേ കല്ലേ പിളർക്കുന്ന കൽപ്പന, ശാസന, ഗംഭീരവാനായ ഭരണാധികാരി, അദ്ദേഹത്തെ മറികടക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇങ്ങോട്ട് കൊടുത്തില്ല. കൊടുക്കാതെ വന്നപ്പോൾ എന്താ പറ്റിയേക്കുന്നത് നോക്കാം. ഇതെല്ലാം ഇതിനകത്ത് ധൂർത്തടിക്കപ്പെട്ടു. ശമ്പളം ആ ഫണ്ട് പിണറായി വിജയന്റെ സ്വകാര്യ സ്വത്തായിട്ട് മാറി തന്നെ പറയും. അദ്ദേഹത്തിന്റെ തല, എന്റെ ഉടല് മൊത്തം വരത്തക്ക. ഈ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കിഫ്ബിയുടെ ഓഫീസാണ് നമ്മൾ ഞെട്ടിപ്പോകും. തിരുവനന്തപുരം സെക്രട്ടറിയുടെ നേരെ എതിർവശത്തുള്ള ഒരു അത്യാഡംബര സംവിധാനങ്ങൾ ഒരു ഹോട്ടലിനെ അനുസരിപ്പിക്കുന്ന അല്ല, അതിന്റെ വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിജിലൻസ് കേസ് വന്നിട്ടുണ്ട്. അത് അടുത്ത ദിവസം കണ്ട് അത് കേസാകും. അത് പരാതി പോയിട്ടുണ്ട്, കേസായിട്ടുണ്ട്. വേറെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. കിഫ്ബി എന്ന് പറയുന്ന ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് എടുക്കുന്ന വായ്പ അവർ തന്നെ തിരിച്ചടയ്ക്കണം. അതൊരിക്കലും സംസ്ഥാനത്തിന്റെ കടപരിധിയിൽ വരത്തില്ലെന്നായിരുന്നു ആദ്യത്തെ ധാരണ. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? തിരിച്ചു സംഭവിച്ചു. കിഫ്ബിക്ക് അങ്ങനെ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല. കിഫ്ബിക്ക് വായ്പ എടുക്കാൻ പറ്റില്ല. ഈ കിഫ്ബി എടുക്കുന്ന വായ്പ മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ പേരിലായി. സംസ്ഥാന സർക്കാർ തന്നെ ഇത് തിരിച്ചടയ്ക്കണം എന്ന് ലോൺ നമ്മൾ അടയ്ക്കേണ്ട അവസ്ഥ എന്നുള്ളതാണ് ചുരുക്കം. അതെ, കേന്ദ്ര സർക്കാരിന്റെ കടപരിധിയിലേക്ക് ഇതും കൂടെ വന്നതോടെ ഇനിയിപ്പോൾ സത്യത്തിൽ ഇങ്ങനൊരു സ്ഥാപനത്തിന്റെ ആവശ്യമില്ല. എന്ത് പ്രസക്തി ഇതിന്? ഇത് എന്തിനു കൊണ്ടുവന്നാണ്? ഇത് കൊള്ളയടിക്കും. ഇത് എന്തിനെ കൊണ്ടുവന്നാണ്? 2000-ലെങ്ങാണ്ടാണ് ഇത് വരുന്നത്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നല്ലതായിരുന്നു, അതിന്റെ രീതികളും നല്ലതായിരുന്നു. പക്ഷെ പിണറായി വിജയ സർക്കാരിന്റെ കാലത്ത് വന്നപ്പോൾ ഇത് തന്റെ കൊള്ള സങ്കേതമാക്കി. ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കയറുവരി ശാസ്ത്രജ്ഞൻ നമുക്ക് ഒരിക്കലും മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കുക, സാങ്കേതിക പദങ്ങൾ സംസാരിക്കും, ഫിസിക്കൽ ഡെഫിസിറ്റും കുന്തൊക്കെ പറയാം, നമുക്കൊന്നും മനസ്സിലാവില്ല സാധാരണക്കാരന്. അപ്പോൾ ഇത് സത്യത്തിൽ സ്വന്തക്കാരെ കുടിയിരുത്തി കുറഞ്ഞ ശമ്പളം 1 ലക്ഷമൊക്കെ എന്നാണ് പറയുന്നത്. യാതൊരു അതുപോലെ തന്നെ ഇതിന്റെ റിക്രൂട്ട്മെന്റ് PSC വഴിയല്ല, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയല്ല, വേറെ പകരം വെളിയിൽ ഒരു കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ്. ആ കമ്പനി മുഖേനയാണ് എടുക്കുന്നത്. അത് അവരാണ്. അപ്പം ഇവിടുന്ന് കിഫ്ബിയിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നത് എങ്ങോട്ടാണെന്നറിയോ? നേരെ ആ കമ്പനിക്ക് ഒറ്റക്കെട്ടായിട്ട് കൊടുക്കുക, ഒറ്റയടിക്ക് കൊടുക്കുക. എന്താണെങ്കിലും പിണറായി വിജയന്റെ കാലത്തെ ഏറ്റവും വലിയ കൊള്ള സങ്കേതം അടച്ചുപൂട്ടാനുള്ള നടപടിയായിട്ടുണ്ട് ഈ കിഫ്ബിയുടെ പ്രവർത്തനം. ഒന്നുകിൽ പരിമിതപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും സർക്കാരിന്റെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് ഇത് സർക്കാർ അന്വേഷിക്കണം. ആദ്യം ഇവിടെ എന്ത് നടന്നു അത് അന്വേഷിക്കണം. ഇവിടുത്തെ പ്രവർത്തനം വിലയിരുത്തി അതിന്റെ അന്വേഷണ റിപ്പോർട്ട് എടുത്ത് ഈ പറഞ്ഞവനെ പിടിച്ച് ജയിലിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഇനി സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം. അതാണ് വേണ്ടത്. നമ്മുടെ പൈസയാണിത്. കള്ളത്തലവൻ ആദ്യം ചാടി രക്ഷപ്പെട്ടത് അയാൾ വിദേശത്തുനിന്ന് പോയിട്ടില്ലെന്ന് തോന്നുന്നു. അയാൾ ഇവിടെ ഉണ്ടെങ്കിൽ പിടിച്ചോണ്ട് വരണം. അയാൾക്ക് വലിയ ബന്ധങ്ങളുണ്ട്. അത് ബന്ധം അതാണെന്ന് നമ്മൾ പറയുന്നില്ല. ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചായിരിക്കാം ഒരു പക്ഷേ പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്നത്. അതിന് പക്ഷേ ഇവിടുത്തെ ജനം സമ്മതിക്കില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രി വളരെ തന്നെ ആലോചിച്ചാണ് പോകുന്നത്. കിഫ്ബി കാരണം ഈ കേരളത്തിനുണ്ടായ സാമ്പത്തിക നഷ്ടവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായ നഷ്ടവും ഈ നികുതി കൊള്ളയടിച്ചതും എല്ലാം സംബന്ധിച്ച് കൃത്യമായ ഓഡിറ്റ് വരണം. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത് കൃത്യമായിട്ട് പറയുകയും വേണം. ഇതിൽ കുറ്റക്കാരായവരെ കണ്ടെത്തി ഇവരിൽ നിന്ന് ഈ തുക ഈടാക്കണം. ഇവർക്ക് ജയിൽവാസവും ഉണ്ടായിക്കൊടുക്കും.